ഹായ് ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും എക്സിക്യൂട്ടീവ് മലയാളി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു ചാനലിൽ നമ്മൾ കുറേ RC ട്രക്കിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബ്രാൻഡ് നെയിമുകളായ ട്രാക്സസും വിൽറ്റോയ്സും ആർമയും അങ്ങനെ കുറേ എണ്ണം. അതുപോലെ തന്നെ ഓഫ് ബ്രാൻഡുകളായിട്ടുള്ള കുറേ RC ട്രക്കുകളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ആർമയുടെ ഒരു RC ട്രക്കാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് നേരെ പോയാലോ? ലെറ്റ്സ് ഗോ. ഈ ഒരു ഡെസേർട്ട് ട്രക്കിൻ്റെ ഓപ്പൺ ബോക്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ സ്പെക്സും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നോക്കിയാലോ. ഈ ഒരു ആർമയുടെ മൊഹാവെ ഗ്രോം വരുന്നത് ഇതൊരു സ്മോൾ സ്കെയിൽ 4-വീൽ ഡ്രൈവ് ഇലക്ട്രോണിക് ഡെസേർട്ട് ട്രക്കാണ്. ഇതൊരു 4-വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ട്രക്കിന് മാക്സിമം ആയിട്ടുള്ള ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. ഈ ഒരു വണ്ടിയുടെ സ്റ്റൈൽ വരുന്ന ഒരു ഡെസേർട്ട് സ്റ്റൈൽ ലുക്കാണ്. അപ്പോൾ ഇതിൻ്റെ ബോക്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ആർമയുടെ രണ്ടാമത്തെ RC ട്രക്കാണ് ഞാൻ ഈ ഒരു ചാനലിൽ ചെയ്യുന്നത്. ഇതിൻ്റെ ടാഗ് ലൈനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് പറയുന്നത് ഡോണ്ട് ജസ്റ്റ് പ്ലാഷ് പ്ലാസ്റ്റ്. എന്ത് രസം അത് കേൾക്കാൻ തന്നെ. അതുപോലെ ഇവിടെ RTR എന്ന് പറഞ്ഞൊരു ലേബിൾ കാണാം. ഈ RTR എന്ന് പറഞ്ഞാൽ റെഡി ടു റൺ. ഈ ഒരു RC ട്രക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് റെഡി ടു റൺ ആയിരിക്കും. എല്ലാ സംഭവങ്ങളും ഈ ഒരു RC ട്രക്ക് റൺ ചെയ്യാനായിട്ടുള്ള ബാറ്ററിയും അതുപോലെ അതിൻ്റെ റിമോട്ട് കൺട്രോളും എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുമെന്നാണ് ഈ ഒരു ലേബിൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഈ ഒരു ഡെസേർട്ട് ട്രക്കിൻ്റെ പേര് വരുന്നത് ആർമയുടെ മൊഹാവെ ഗ്രോം എന്നാണ്. അതൊരു യൂണീക്ക് ആയിട്ടുള്ള ഒരു പേരാണ്. അതുപോലെ റെഡ് കളറും ഈ ഒരു സെയിം RC ട്രക്ക് അവൈലബിൾ ആണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ബ്ലൂവും ഗ്രീനും ചേർന്ന ഒരു കളറാണ്. അതുപോലെ ഈ ഒരു ബോക്സിൻ്റെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ ബോക്സിൽ വരുന്നതെന്ന്, വാട്ട്സ് ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞ ഈ ഒരു ലേബിളിൻ്റെ അടിയിൽ അതിൻ്റെ വെഹിക്കിൾ സ്പെക്സും അതുപോലെ എന്തൊക്കെയാണ് ഈ ബോക്സിൽ വരുന്നതെന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ഇതിനൊരു 2 ഇയർ ലിമിറ്റഡ് വാറൻറ്റി വരെ വരുന്നുണ്ട്. ആ താഴെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കാണാം. ഈ ഒരു ബോക്സിൻ്റെ വേറൊരു സൈഡിൽ ഈ ഒരു ഡെസേർട്ട് ട്രക്കിൻ്റെ പല ആംഗിളിൽ നിന്നുള്ള കുറേ ഷോട്ടുകളുണ്ട്. നല്ല കുറേ പടങ്ങൾ വളരെ രസകരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഡെസേർട്ട് ട്രക്ക് വെളിയിലെടുത്തിട്ട് അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. എനിക്ക് RC ട്രക്കുകൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാനലിൽ നിങ്ങൾ കുറേ RC ട്രക്കിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ബ്രാൻഡോ അല്ലെങ്കിൽ ഏതെങ്കിലും RC ട്രക്കോ ഇഷ്ടമാണ്, നിങ്ങൾക്കത് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. എന്താ ലുക്കല്ലേ, ആ ഒരു ബ്ലൂവും അതുപോലെ ഒരു ഗ്രീനും പിന്നെ ഒരു വൈറ്റ് കളറുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ വളരെ രസകരമാണ്. ആർമയുടെ ബ്രാൻഡ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് രണ്ടാമത്തെ RC ട്രക്കാണ്. ആദ്യത്തേതും ഇതുപോലത്തെ ഒരു ലുക്കുള്ള ഒരു RC ട്രക്കായിരുന്നു. RC ട്രക്ക് എന്ന് പറഞ്ഞാൽ ഇത് പല ലെവൽ ഓഫ് RC ട്രക്കുകളുണ്ട്. ഈ ഒരു RC ട്രക്കിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ $170 വരും, ഏകദേശം 14,000 ഇന്ത്യൻ റുപ്പീസ്. ഇത് ഏറ്റവും ബേസ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ബിഗിനർ ലെവൽ RC ട്രക്കാണ്. ഇതിന് മുകളിലോട്ട് 1.5, 2, 5, 10 ലക്ഷം ആ ഒരു ലെവലിലൊക്കെയുള്ള RC ട്രക്കുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്താ ഒരു ലുക്കല്ലേ, ആ ഒരു ഗ്രീൻ ആ വീല് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ട്. അവരുടെ ആ ടാഗ് ലൈൻ ഡോണ്ട് ജസ്റ്റ് പാഷ് ബ്ലാസ്റ്റ്, അതെനിക്ക് ഭയങ്കര യുണീക്കായിട്ട് തോന്നിയ ഒരു ടാഗ് ലൈനാണ്. അതുപോലെ ഇതൊരു ഡെസേർട്ട് ട്രക്കാണ്. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇതുവരെ ഇതുപോലത്തെ ഒരു യുണീക്കായിട്ടുള്ള ഒരെണ്ണം ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ ഇതിൻ്റെ ട്രാൻസ്മിറ്റർ വരുന്നത്, ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ വരുന്നത് 2.4 GHz ആണ്. സാധാരണ സ്റ്റാൻഡേർഡ് ആണ്. 2 ചാനലാണ്. ഫാസ്റ്റ് റെസ്പോൺസ് SLT പ്രോട്ടോക്കോൾ. എനിക്ക് തോന്നുന്നത് അത് ആർമയുടെ ടെക്നോളജി ആയിരിക്കണം. അതുപോലെ തന്നെ ഇതിന് ത്രോട്ടിൽ മോഡുണ്ട്. 50% ഉണ്ട്, അതുപോലെ 75% ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ബിഗിനർ ലെവൽ കാറായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം ഈ ഒരു RC ട്രക്കിനെ. ഈ ഒരു ബാഗിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കുറേ സംഭവങ്ങൾ ഇതിൽ വരുന്നുണ്ട്, ആക്സസറീസും സംഭവങ്ങളും. അതിൻ്റെ ചാർജർ, അതുപോലെ ഇതൊരു ടൂളാണ്. ഇതിൻ്റെ ബാറ്ററി ആക്ച്വലി നമ്മൾ സ്ക്രൂ ചെയ്ത് തുറന്നെടുത്ത് ബാറ്ററി മാറ്റുന്ന ഒരു സംഭവമാണ്, ഒരു ക്ലിപ്പ്-ഓൺ അല്ല, ഒരു വ്യത്യസ്തമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് അവർ ആ ടൂൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, തുറന്ന് നമുക്ക് ബാറ്ററി മാറാനായിട്ട്. അതുപോലെ റിമോട്ട് കൺട്രോളിൻ്റെ ആ ഒരു ബാറ്ററിയും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ചില കമ്പനികളൊന്നും പ്രൊവൈഡ് ചെയ്യാറില്ല. ആർമ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ടെക്നിക്കൽ പാക്കും ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈഡും ഉണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ പാക്കിൽ മോഡിഫിക്കേഷൻസും അപ്ഗ്രേഡ്സും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈഡിൽ ഈ ഒരു ട്രക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചും ബാറ്ററി എങ്ങനെ ഇടുന്നതെന്നും ഇതിൻ്റെ സ്ക്രൂ എങ്ങനെ ഊരുന്നതെന്നും അതുപോലെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു RC ട്രക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ബാറ്ററി ഇതിൻ്റെ അകത്തുണ്ട്, അതെടുത്ത് നമുക്ക് ചാർജ് ചെയ്യണം. ഇത് സ്ക്രൂ ചെയ്ത് വേണം ഇത് ഊരാനായിട്ട്. 2 സൈഡിലും 2 സ്ക്രൂ വെച്ചുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ RC ട്രക്കുകളിലും വന്നിരിക്കുന്ന ഒരു ക്ലിപ്പ്-ഓൺ രീതിയിലാണ്. ഇതിപ്പം ഒരു സ്ക്രൂ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഇച്ചിരൂടെ സ്റ്റേബിളായിട്ടിരിക്കും. ക്ലിപ്പ്-ഓൺ ആകുമ്പോൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനുള്ള സാഹചര്യമുണ്ട്. ഇതിപ്പം സ്ക്രൂ ആയതുകൊണ്ട് ഇത് ഭയങ്കര കറക്റ്റായിട്ടിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്ററി ഇടാനായിട്ടും ബാറ്ററി ഊരാനായിട്ടും എപ്പോഴും ഇത് ഊരേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ആ ഒരു കവറിങ് കാണാം. ആക്ച്വലി റെഡ് കവർ മേടിച്ച് കഴിഞ്ഞാൽ 2 സ്റ്റൈലായിട്ടുള്ള RC ട്രക്കുകൾ നമുക്ക് ഈ ഒരു സെയിം ബേസിൽ നിന്ന് റെഡിയാക്കാം. അപ്പോൾ അതിൻ്റെ ബേസ് വളരെ രസകരമായിട്ടാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിലാണ്.
അതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ളത് മേടിക്കുമ്പം നമുക്ക് ആ ഒരു ക്വാളിറ്റി ഇതിൽ കാണാം. കണ്ടില്ലേ ബാറ്ററി വെച്ചിരിക്കുന്നത്. ഇത് ഇവരുടെ തന്നെ ടെക്നോളജി, ആർമയുടെ തന്നെ ടെക്നോളജി ചെയ്തിരിക്കുന്ന ബാറ്ററിയാണ്. 1400 mAh ലൈപ്പോ. അതുപോലെ ഇതാണ് അതിൻ്റെ ബേസ് വരുന്നത്. ഇതാണ് അതിൻ്റെ പുറകിൽ നിന്നുള്ള ആ ഒരു ലുക്ക്. എന്ത് രസമാണ് കാണാനായിട്ട്. ആ ഡെസേർട്ട് RC ട്രക്കിൻ്റെ ആ ഒരു ലുക്ക് ഇവിടെ നമുക്ക് കാണാം. ആ പുറകിലെ ആ ഒരു ഗ്രില്ലും ആ ഡീറ്റെയിലിങ്ങും വളരെ ഭംഗിയായിട്ടാണ് അവരിവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ റിമോട്ട് കൺട്രോൾ ഇവിടെ ബാറ്ററി ഇടുകയാണ്. അപ്പോൾ ഇത് ഓണായി, റെഡ് ലൈറ്റ് കത്തി. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു RC ട്രക്കിൻ്റെ അൺബോക്സിങ് വീഡിയോയും അതുപോലെ കുറേ ഡീറ്റെയിൽസ് നമ്മൾ നോക്കി. അടുത്ത വീഡിയോയിൽ ഈ ഒരു RC ട്രക്കിൻ്റെ റിവ്യൂ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഓ എന്താ വരവ് കണ്ടോ ഗൈസ്, വളരെ അടിപൊളി കൺട്രോളാണ്. അപ്പോൾ അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു ഗൈസ്.